ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എൻ്റെ ഫേസിൽ കണ്ടില്ലേ നിറച്ച് കുരുക്കൾ വന്നേക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് സ്കിൻ കെയർ ചെയ്യാൻ തന്നെ ടൈം കിട്ടണില്ല. പിന്നെ അത് മാത്രമല്ല ഇപ്പം ഓണാണല്ലോ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് വറുത്തതും പൊരിച്ചതും ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് ചില സമയത്താണല്ലോ ഇതുപോലെയൊക്കെ കഴിക്കാൻ പറ്റുക. ഇപ്പോൾ ഇതിങ്ങനെ ഓയിലി ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാലും ഇപ്പം എൻ്റെ പോലെയുള്ള ഓയിലി സ്കിൻകാർക്ക് പെട്ടെന്ന് തന്നെ അത് പണി കിട്ടും. പെട്ടെന്ന് തന്നെ ഫേസിൽ ഇപ്പം നമ്മൾ എത്ര ഡയറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്ര നാൾ ഡയറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് നമ്മൾ നല്ലപോലെ ഓയിലി ഫുഡ്സ് വറുത്തും പൊരിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മുഖത്ത് പിമ്പിൾ വരും. അപ്പം അതൊക്കെ മാറാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പാക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഈ പാക്ക് എന്ന് പറയുമ്പോൾ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു 2 ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാലും അത്രത്തോളം റിസൾട്ട് കിട്ടും ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട്. എനിക്കൊരു ഫേസിൽ ഇതുപോലെ പിമ്പിൾ വരുമ്പോഴാണെങ്കിലും ഫേസ് നല്ല ഡള്ളായിട്ടിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഈ ഒരു പാക്കാണ് ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് നല്ലൊരു ചേഞ്ചാണ് കിട്ടാറുള്ളത്. നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് നല്ലപോലെ പോകാനും പിന്നെ ഫേസിലത്തെ ആ കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ, ഫേസിൽ ആ ഒരു ഡൾനെസ് ഉണ്ടാവില്ലേ നമുക്ക്, അതൊക്കെ പോകാനും വളരെയധികം സഹായിക്കും കേട്ടോ. അപ്പം ഈ ഒരു പാക്ക് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞു ബെല്ലൈക്കില്ല, അതുകൂടെ എനേബിൾ ചെയ്യട്ടാം. അപ്പോൾ നമുക്ക് പാക്കിന് തയ്യാറാക്കേണ്ടത് കണ്ടാലോ. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഈ നേന്ത്രപ്പഴം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്താണ് കേട്ടോ. നേന്ത്രപ്പഴം എന്ന് പറയുമ്പം ഏത്തയ്ക്ക അങ്ങനെയാണ് പല സ്ഥലത്തും പറയണേ. എൻ്റെ ഇവിടെ നേന്ത്രപ്പഴം എന്നായിട്ട് പറയാം. അപ്പം നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ മിക്സിയിൽ അടിച്ചത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് ഗോതമ്പിൻ്റെ പൊടിയാണ്. അപ്പം അത് നമുക്ക് ഒരു സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതും കൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെയധികം ഗുണം തരുന്ന ഒന്നാണ് നമ്മുടെ ഫേസിന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഈർപ്പം നിലനിർത്തിയിട്ട് നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനും നമ്മുടെ ഫേസ് നല്ലപോലെ ഗ്ലോ ആവാനും ഫേസ് നല്ല നിറം വയ്ക്കാനും ബ്രൈറ്റ് ആവാനും പറ്റിയ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നേന്ത്രപ്പഴം. പിന്നെ ഗോതമ്പ് പൊടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫേസിൽ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനും പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് നല്ല നിറം വയ്ക്കാനും പിന്നെ ഫേസിലുണ്ടായിട്ടുള്ള കറുത്ത പാടുകൾ, കുരുക്കൾ വന്നിട്ടുള്ള ആ കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകാനും നമ്മുടെ പിമ്പിൾസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഗോതമ്പ് പൊടി നല്ലതാട്ടാ. പിന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് വെള്ളമാണ്. ഇപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർക്ക് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാട്ടാ. ഇപ്പം നമുക്ക് ടൊമാറ്റോ ജ്യൂസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടാട്ടോ അത് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ പാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു പാക്ക് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യണ മുമ്പ് ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ഒരു നീം വാട്ടർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 30 days ആണ് ഞാൻ ചെയ്യണത്. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നീം വാട്ടർ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യേണ്ടത് നല്ലതാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ചാലഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസിലത്തെ പിമ്പിൾസും അത് പിമ്പിൾസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള പാടുകളൊക്കെ പോകാനും പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അതൊക്കെ എന്തെങ്കിലും നമ്മുടെ ഫേസിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും സാധിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ മിസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഷോർട്സ് ആയിട്ട് അത് 30 days അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് അത് അന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരും 30 days. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാക്ക് നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 20 minute നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫേസിന് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിലുണ്ടായ ആ ഒരു ചേഞ്ച് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ല ഗ്ലോ ഉണ്ട് ഫേസിന്. പിന്നെ എൻ്റെ പാടുകളൊക്കെ നല്ലപോലെ ഫെയ്ഡ് ആയിട്ടുണ്ട്. നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാകുമ്പോൾ. നമ്മുടെ ഫേസിലത്തെ പിമ്പിൾസൊക്കെ മാറിയിട്ട് പിന്നെ ആ പാടൊക്കെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവാനും നിറം വയ്ക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ പാക്കാട്ടോ ഇത്. തംബ്നെയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്ക് മുടിക്ക് നല്ലതാണെന്ന്.
ചെയ്തതാണ്. എൻ്റെ മുടി ആകെ ചകിരി പോലെ നല്ല ഡ്രൈ ആയിട്ടായിരുന്നു എൻ്റെ മുടി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ തലയിൽ കൂടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ മുടി നല്ല പോലെ നല്ല സ്മൂത്തും നല്ല ഷൈനി ആയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്താ തലയിൽ ചെയ്തേ, വല്ല പാർലറിൽ പോയിട്ട് വേറെ എന്തെങ്കിലും സ്പായോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോന്ന് അവരെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് തലയിൽ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫേസിലിടാൻ വേണ്ടിയിട്ട് തന്നെ പഴം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഈ മുട്ട ഫുള്ളും മഞ്ഞയും വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി എൻ്റെ ഫ്രിസി ഹെയർ ആയതുകൊണ്ട് എനിക്ക് മഞ്ഞയും വെള്ളം ഇടണമായിരുന്നു. അല്ലെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹെയർ നല്ലപോലെ കിടക്കാനും നമ്മുടെ ഹെയർ നല്ല പ്രോട്ടീൻ കിട്ടാനും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും നല്ലതാണ് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ചേർക്കണത്. അപ്പം ഞാൻ ആ ഒരു പാക്ക് എൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് എൻ്റെ മുടി ഇപ്പം നല്ലപോലെ കിടക്കണം, നല്ല സിൽക്ക് ആൻഡ് ഷൈനി ആയിട്ട്. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ മുടി തലയത്തെ താരം പോവാനും മുടി നല്ലോണം വളരാനും മുടി നല്ല ഇതേപോലെ കിടക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ഹെയർ പാക്കും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ തലയിൽ 30 മിനിറ്റ് വയ്ക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് വാശിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താ കിട്ടണമെന്ന് വെച്ചാൽ എന്നെ കമൻറ്റിലൊന്ന് അറിയിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് അടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ആ ഒരു കാര്യം മറക്കണ്ട, നീമിൻ്റെ ചാലഞ്ച് ഞാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതെന്തായാലും കാണുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.